നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സംഗതി ഇനീഷ്യലി ആരാധകർ കരുതിയിരുന്ന പോലെ അത്ര ചെറിയ വിഷയമല്ല. ഇപ്പോൾ ഇന്നലത്തെ കളിയും ക്രിസ്ത്യാനോ ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇന്നലത്തെ കളി ക്രിസ്ത്യാനോ മാത്രമല്ല ബഹിഷ്കരിച്ചത്, കളി ബഹിഷ്കരിച്ചു CR7. എന്നാൽ കളിക്ക് ശേഷമുള്ള പ്രസ് കോൺഫറൻസ് കോച്ച് ഓർഗെ ഹീസസും ബഹിഷ്കരിച്ചു. സോ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല എന്നർത്ഥം. അപ്പം എന്താണ് CR7 നിലപാട്, എന്താണ് ആവശ്യം, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ PIF വാൺ ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം സൗദി അറേബ്യ വിടാൻ പോവുകയാണ് ഫോളോയിങ് ഡിസ്പ്യൂട്ട് ഓവർ ഫണ്ടിങ്. അത് അദ്ദേഹം അങ്ങോട്ടേക്ക് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയും സീനിയർ PIF ആൻഡ് സൗദി പ്രോ ലീഗ് ഒഫീഷ്യൽസും ഒരു ചർച്ചയ്ക്കിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സൗദി അറേബ്യയിൽ തന്നെ നിലനിർത്തണം എന്നാണ് സൗദി ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മൈൽ സ്റ്റോൺ 1000 ഗോളുകൾ അത് അവിടെ തന്നെ വെച്ച് സംഭവിക്കണം. അതൊരു വല്ലാത്ത ലാൻഡ്മാർക്കായിരിക്കും. അതാണ് സൗദി ഫുട്ബോൾ അധികൃതർ ആഗ്രഹിക്കുന്നത്. അതേസമയം റൊണാൾഡോയുടെ കോൺട്രാക്റ്റിൽ ഒരു 50 മില്യൺ യൂറോ റിലീസ് ക്ലോസ് ഉൾപ്പെടുന്നുണ്ട്. വേണമെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൗദി അറേബ്യ വിട്ട് പോകാം. അദ്ദേഹത്തിന് വേണ്ടി തുർക്കിഷ് ക്ലബ്ബുകൾ ഇപ്പോൾ സിറ്റുവേഷൻസ് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുകൂടി ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സോ റൊണാൾഡോ തുടർച്ചയായി മത്സരങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതല്ല, അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അതായത് അൽ നസറിൻ്റെ ടൈറ്റിൽ ചാൻസസ് ഇപ്പോൾ നമുക്കറിയാമല്ലോ വളരെയധികം നിലനിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. പക്ഷേ വേണ്ട വിധത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്സ് ജനുവരിയിൽ നടന്നില്ല. തൊട്ടപ്പുറത്തെ ക്ലബ്ബിലും മറ്റുമൊക്കെ ആയിട്ട് വലിയ രൂപത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നടക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ ഫെയർ ആയിട്ടല്ല കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നൊരു തോന്നൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ കുറേ കാലം പക്ഷേ കളിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല. അൽ നസറിൻ്റെ ടൈറ്റിൽ ചാൻസസ് സ്റ്റിൽ അലൈവാണ്. കൂടാതെ വേൾഡ് കപ്പ് ഇയറാണ്. അപ്പോൾ അങ്ങനെ വിട്ടു നിൽക്കുന്നത് അദ്ദേഹത്തിനും നല്ലതല്ല എന്ന കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലബിൽ നിന്ന് വിട്ടു നിൽക്കുക, കളിക്കാതെ വിട്ടു നിൽക്കുക. അതിന് ക്ലബിൻ്റെ ബോർഡിൻ്റെ പോലും സപ്പോർട്ടുണ്ട് എന്നാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിതിൻ അൽ നസർ ഈ പ്രോബ്ലത്തെ അവർ ഡേ ബൈ ഡേ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. അത് അവർക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ചില ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങൾ പല സോഴ്സുകളിലായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ സെമേഡയുടെയും അതുപോലെ കുട്ടീഞ്ഞോയുടെയും ഒക്കെ പവേഴ്സ് ഒഴിവാക്കി അത് തിരികെ കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. CEO അതുപോലെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പവേഴ്സ് തിരികെ കൊടുക്കണം. അതുകൂടാതെ തന്നെ ചില റിപ്പോർട്ടുകളിൽ പറഞ്ഞ് അൽ നസറിൻ്റെ ലോവർ റാങ്കുകളിൽ സാലറീസ് വരെ കൊടുക്കാത്ത ഇഷ്യൂസ് ഉണ്ട് എന്നാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം എന്നൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് പറയുന്നു. ഏതായാലും ഇതിലെന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. ക്രിസ്ത്യാനോക്ക് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദീർഘനാളത്തേക്ക് ഇങ്ങനെ കളികളിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടു നിൽക്കാൻ പറ്റില്ല. കാരണം വേൾഡ് കപ്പ് ഇയറൊക്കെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ വിട്ടു നിൽക്കും, ബഹിഷ്കരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല ഇപ്പോൾ ഈ ബഹിഷ്കരണം കൊണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് നടക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നടക്കില്ല. കാരണം ഈ ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ക്ലോസ് ആയി പോയ ഒരു സ്ഥിതിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.